നമസ്കാരം. മറുനാടൻ മലയാളി യങ് ഇന്ത്യ കാലിക്കറ്റ് PR ഏജൻസിയുമായി ചേർന്ന് നടത്തുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രീപോൾ ഇലക്ഷൻ സർവേയുടെ 2 ഘട്ടത്തിലെ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ മുൻതൂക്കം UDF-നായിരുന്നു. 10-ൽ 6 UDF-ഉം LDF 3 NDA 1 എന്നതായിരുന്നു സർവേ ഫലം. ഇതിൽ തന്നെ പല മണ്ഡലങ്ങളിലും ഫോട്ടോ ഫിനിഷ് എന്നതാണ് അവസ്ഥ. മറുനാടൻ നടത്തിയ സർവേയുടെ 3-ാം ഘട്ടത്തിലെ ഫലമാണ് ഇന്ന് പുറത്തുവിടുന്നത്. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ ആരെ തുണയ്ക്കുമെന്നതാണ് 3-ാം ഘട്ടത്തിൽ അറിയേണ്ടുന്ന കാര്യം. 2020 പിടിക്കുന്ന വോട്ടുകളടക്കം ചാലക്കുടി, എറണാകുളം മണ്ഡലങ്ങളിൽ നിർണായകമാണ്. ഇന്ന് മധ്യ കേരളത്തിലെ 5 മണ്ഡലങ്ങളുടെ ഫലം പുറത്തുവിടുന്നതോടെ 15 സീറ്റുകളിലെ ഫലം പൂർത്തിയാകും. നാളെ മാവേലിക്കര, കൊല്ലം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് പുറത്തുവിടുക. ഇക്കഴിഞ്ഞ ഏപ്രിൽ 8, 9, 10, 11, 12 തീയതികളിലായി മറുനാടൻ ടീം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലുമെത്തി നേരിട്ട് വോട്ടർമാരെ കണ്ടാണ് സർവേ നടത്തിയത്. നാളെ സർവേയുടെ അന്തിമഘട്ടം പുറത്തുവിടും. പഴയ മുകുന്ദപുരമായിരുന്നപ്പോഴും പിന്നീട് ചാലക്കുടി ആയപ്പോഴും UDF-നോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന മണ്ഡലമായിരുന്നു. 2008-ലെ പുനഃക്രമീകരണത്തോടെ മുകുന്ദപുരം ഇല്ലാതായി. ചാലക്കുടി ആസ്ഥാനമായി പുതിയ മണ്ഡലം രൂപീകൃതമായി. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നിവയും എറണാകുളം ജില്ലയിലെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്നാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ഇക്കുറിയും UDF ബെന്നിയത്തിനെ കളത്തിലിറക്കുമ്പോൾ ഇടതുമുന്നണി രംഗത്തിറക്കിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിനെയാണ്. BJP BDJസിന് കൊടുത്ത മണ്ഡലത്തിൽ KA ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. ഇത്തവണ മറ്റൊരു രാഷ്ട്രീയ പ്രതിഭാസത്തിന് കൂടി ചാലക്കുടി സാക്ഷിയാവുകയാണ്. അതാണ് 2020 എന്ന പുതിയ പാർട്ടിയുടെ രംഗപ്രവേശം. അവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്നതാണ് ചോദ്യം. മറുനാടൻ സർവേയിൽ ചാലക്കുടിയിൽ കടുത്ത മത്സരമാണെന്നതാണ് കാണുന്നത്. എന്നാലും 4% വോട്ടിന് ഇവിടെ UDF മുന്നിലാണ്. മണ്ഡലത്തിലെ ഫലം ഇങ്ങനെയാണ്: UDF 37%, LDF 33%, NDA 15%, മറ്റുള്ളവർ 14%, നോട്ട 1% എന്നിങ്ങനെയാണ് കണക്കുകൾ. കഴിഞ്ഞ തവണത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ UDF വോട്ടിൽ വലിയ ഇടിവ് കാണുന്നുണ്ട്. 2019-ൽ 47.8% വോട്ട് നേടിയ ഐക്യമുന്നണിയുടെ വോട്ട് വിഹിതം 10%-ഓളം കുറയുകയാണ്. കഴിഞ്ഞ തവണ 36%-ഓളം നേടിയ LDF-ന്റെ വോട്ടും 33-ലേക്ക് കുറയുന്നു. എന്നാൽ ഈ വോട്ടുകൾ നേടുന്നത് 2020-ആണ്. ഒരു പുതിയ പാർട്ടി 14% വോട്ടിന്റെ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തുമെന്നും മറുനാടൻ സർവേ പ്രവചിക്കുന്നു. എക്കാലവും കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം എന്ന് വിളിക്കാവുന്നതാണ് എറണാകുളം. 97-ലെയും 2003-ലെയും ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സെബാസ്റ്റ്യൻ പോൾ ജയിച്ചതൊഴിച്ചാൽ എറണാകുളത്തിന്റെ കൂറ് ഏറിയ പക്ഷം ത്രിവർണ്ണ പതാകയോടാണ്. സിറ്റിംഗ് MP ഹൈബി ഈഡനെയാണ് ഇത്തവണയും UDF രംഗത്തിറങ്ങിയിരിക്കുന്നത്. അധ്യാപികയായ KJ ഷൈനാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥി. 2020 V4 കൊച്ചി തുടങ്ങിയ കക്ഷികളുടെ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. മറുനാടൻ സർവേ 9% വോട്ടിന്റെ നല്ല മാർജിന് ഇവിടെ ഹൈബി ജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. എറണാകുളം മണ്ഡലത്തിലെ ഫലം ഇങ്ങനെയാണ്: UDF 39%, LDF 30%, NDA 16%, മറ്റുള്ളവർ 12%, നോട്ട 3% എന്നിങ്ങനെയാണ് കണക്ക്. പക്ഷേ 2019-ലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ UDF വോട്ടിൽ വലിയ ഇടിവും സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 50%-നടുത്ത് നേടിയ ഹൈബിയുടെ വോട്ട് ഇത്തവണ 11%-ആണ് കുറയുന്നത്. കൂടുതലും UDF-നൊപ്പം നിന്ന മണ്ഡല ചരിത്രമാണ് ഇടുക്കിയിലേത്. 2014-ൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയ്സ് ജോർജ് ഇടുക്കി മണ്ഡലം ഇടതുപാളയത്തിലെത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിനെയാണ് ജോയ്സ് ജോർജ് പരാജയപ്പെടുത്തിയത്. 2019-ൽ ഡീൻ കുര്യാക്കോസ് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ജോയ്സ് ജോർജിനോട് പ്രതികാരം വീട്ടിയത്. ഇക്കുറിയും ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിലാണ് പ്രധാന പോരാട്ടം. BDJസിലെ സംഗീത വിശ്വനാഥാണ് NDA സ്ഥാനാർത്ഥി. മറുനാടൻ സർവേ പ്രകാരം 9% വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിന് ഇവിടെ UDF മുന്നിലാണ്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ്: UDF 45%, LDF 36%, NDA 13%, മറ്റുള്ളവർ 2%, നോട്ട 4% എന്നിങ്ങനെയാണ് കണക്ക്. പക്ഷേ 2019-ൽ 54% വോട്ട് നേടിയ UDF-ന് മറുനാടൻ സർവേ പ്രകാരം 9% വോട്ട് കുറയുകയാണ്. LDF വോട്ടിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. NDA മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാഴ്ചയും സർവേയിൽ കാണാം. കഴിഞ്ഞ തവണ കേരളത്തിൽ ഇടതുമുന്നണിയുടെ മാനം കാത്ത മണ്ഡലമായിരുന്നു ആലപ്പുഴ. അവിടെ ആരിഫ് എന്ന കനൽത്തരി ജയിച്ചില്ലായിരുന്നെങ്കിൽ സമ്പൂർണ്ണ തോൽവിയായിരുന്നു ഇടതുമുന്നണിക്ക് ഉണ്ടാവുക. ഇത്തവണ KC വേണുഗോപാലിനെ വീണ്ടും ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. BJP ആവട്ടെ തങ്ങളുടെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. മറുനാടൻ സർവേയിൽ ആലപ്പുഴയിൽ കടുത്ത പോരാട്ടമാണെന്നതാണ് സൂചന. 4% വോട്ടിന് ഇവിടെ UDF മുന്നിലാണ്. ഇവിടുത്തെ കണക്കുകൾ ഇങ്ങനെയാണ്: UDF 40%, LDF 36%, NDA 21%, മറ്റുള്ളവർ 1%, നോട്ട 2% എന്നിങ്ങനെയാണ് കണക്ക്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF-ന് വോട്ട് കുറയുന്നത് മറുനാടൻ സർവേയിലെ പൊതുപ്രവണതയാണെങ്കിൽ ആലപ്പുഴയിൽ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ UDF-ന് ഇവിടെ കിട്ടിയത് 39.68% വോട്ടുകളാണ്. ഇത് വർദ്ധിച്ച് 40%-ൽ എത്തുമെന്നാണ് മറുനാടൻ സർവേ പറയുന്നത്. കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങളുടെ അഭിമാന പോരാട്ടമാണ് ഇത്തവണ കോട്ടയത്ത് നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെയാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറിമറിഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക ലോക്സഭാ സീറ്റായ കോട്ടയത്ത് കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ വിജയിച്ച തോമസ് ചാഴിക്കാടനാണ് ഇക്കുറി LDF സ്ഥാനാർത്ഥി. UDF-ലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻ MP ഫ്രാൻസിസ് ജോർജിനെയും കളത്തിലിറക്കി. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് NDA സ്ഥാനാർത്ഥി. മറുനാടൻ സർവേ പ്രകാരം ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് UDF തന്നെയാണ്.
ഇവിടുത്തെ കണക്കുകളും ഇങ്ങനെയാണ്. UDF 42%, LDF 35%, NDA 17%, മറ്റുള്ളവർ 2%, നോട്ട 4% എന്നിങ്ങനെയാണ് കണക്ക്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ UDF വോട്ട് 46.25% നിന്ന് 42% കുറയുകയാണെന്നും സർവേ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 34.58% LDF വീതം 35% ഉയരും. NDA വോട്ട് 17% തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച ഏക സീറ്റായ ആലപ്പുഴ ഇത്തവണ നഷ്ടമാവുന്ന സൂചനയാണ് സർവേയുടെ മൂന്നാം ഘട്ടത്തിൽ വ്യക്തമായ കാര്യം.